പാകിസ്ഥാനിലെ ബാലാക്കോട്ടുള്ള തൻ്റെ ആസ്ഥാനത്തിരുന്നുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറായിട്ടുള്ള മസൂദ് ഇല്യാസ് പറയുകയാണ്, അതെ, മസൂദ് അസർ തന്നെയാണ് നമ്മുടെ പാർലമെൻറ്റ് ആക്രമണത്തിനും മുംബൈ ഭീകരാക്രമണത്തിനും ഒക്കെ പിന്നിലുള്ളത്. ഇത് പറയുമ്പോൾ ഇതുവരെയും പാകിസ്ഥാൻ ഞങ്ങൾ ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നതിന് ആ മുഖം മൂടി അങ്ങ് അഴിഞ്ഞു വീഴുകയാണ്. ഈ ഭീകരൻ അത്ര നിസ്സാരക്കാരനല്ല, പാകിസ്ഥാൻ ചില്ലറക്കാരുമല്ല എന്നുള്ളത് നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്നു. അതെ, തീർച്ചയായിട്ടും. ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കള്ളൻ്റെ മനോഭാവമുള്ള രാജ്യമാണ്. കള്ളൻ എന്താ ചെയ്യുക? കള്ളൻ മോഷ്ടിക്കും, ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യും. കുറ്റകൃത്യം ചെയ്തിട്ട് ഞാൻ ചെയ്തില്ല എന്നവൻ നിഷേധിക്കും. കാരണം കള്ളനാണല്ലോ, കള്ളൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതേ നിലവാരത്തിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രവുമുള്ളത്. ഈ ഭീകര രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വിഷപ്പാമ്പുകളെ വളർത്തി അതിർത്തി കടത്തി വിടുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. എല്ലാ കാലത്തും ഇവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ ചെയ്തികളൊക്കെ തന്നെ ചെയ്തില്ല എന്നിവർ മറച്ചു വയ്ക്കുകയും ചെയ്യും. അത് നിരന്തരമായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസൂദ് ഇല്യാസ് എന്ന് പറയുന്ന ഒരു ഭീകരൻ മസൂദ് അസറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മസൂദ് അസറിനെ തള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മസൂദ് അസർ തന്നെയാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അത് നമുക്കറിയാവുന്ന കാര്യം, നമുക്കത് പുതുമയൊന്നുമല്ല, നമുക്കിത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നുമില്ല. പക്ഷേ പാകിസ്ഥാന് ഇത് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള തലത്തിലെല്ലാം തന്നെ ഞങ്ങളൊരു ഭീകരപ്രവർത്തനവും ചെയ്യുന്നില്ല, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയാണ് ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞ് നടക്കുന്നത്. അത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം, ഖത്തറിനെ പോലുള്ള, ഇല്ലെങ്കിൽ ഈ പറയുന്ന സൗദി പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഫണ്ട് ചെയ്യാറുണ്ട് പലപ്പോഴും. അത് ഫണ്ട് ചെയ്യുന്നത് മതം വളർത്താൻ വേണ്ടിയിട്ടാണ് ഫണ്ട് ചെയ്യുന്നത്. ഈ ഫണ്ടിങ് ഒക്കെ തന്നെ അത് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർത്തപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ മതകേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഇവർ വെസ്റ്റ് ഏഷ്യയിൽ പോയിട്ട് ഇതിൻ്റെ പേരിൽ പണം പെരുക്കി തുർക്കി പോലുള്ള രാജ്യങ്ങളും ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളും ഒക്കെ ചിലപ്പോൾ പൈസ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അതിഭീകരമായിട്ട് ഭീകരവാദത്തിന് വേണ്ടി ഫണ്ട് കിട്ടാനായി ഇവർ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുമ്പോൾ സ്വയം ന്യായീകരിക്കാറാണ് പതിവ്. ആ ന്യായീകരണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു പറയുകയാണ്, ഇതാ ഞങ്ങളുടെ നേതാവായിട്ടുള്ള മസൂദ് അസറാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഭീകരാക്രമണങ്ങളെല്ലാം തന്നെ നടത്തിയത്, അതിനുള്ള നേതൃത്വം കൊടുത്തതും അയാൾ തന്നെയാണ്. അത് മാത്രമല്ല, മസൂദ് അസറിനെ പറ്റിയാണ് ഈ വിളിച്ചു പറയലെല്ലാം നടത്തിയിരുന്നത് എങ്കിൽ അത് പോട്ടെ എന്ന് പാകിസ്ഥാൻ ഒരു പക്ഷേ വെക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരു ഘട്ടവും കൂടെ കഴിഞ്ഞ് മസൂദ് അസറിനെ കഴിഞ്ഞ് അസിം മുനീറിനെ കൂടി ഈ പറയുന്ന മസൂദ് ഇല്യാസ് വലിച്ചഴിച്ചിരിക്കുകയാണ് ഈ വിവാദങ്ങളിലേക്ക് എന്നുള്ളതാണ് ഇവിടെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഒരുക്കിയിരിക്കുന്നത്. ആ പ്രശ്നം ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഭീകരരെയൊക്കെ വധിച്ചല്ലോ. അപ്പോൾ കുറേ ഭീകരർ ചത്തു. ഈ പറയുന്ന ഭീകരാക്രമണ കേന്ദ്ര ഈ ഭീകര ലോഞ്ച് പാഡുകളിലെല്ലാം ബോംബ് വീണപ്പോൾ, മിസൈൽ പതിച്ചപ്പോൾ അവിടെ ചത്തൊടുങ്ങിയ കുറേ ഭീകരരുണ്ട്. ഈ ഭീകരരുടെ എല്ലാം ശവങ്ങളെടുത്ത് കൂട്ടി വെച്ചിട്ട് അവിടെ സൈനിക ബഹുമതികളോടുകൂടി ഇത് സംസ്കരിച്ചു. അവിടെ വന്ന ജനറൽമാരുണ്ടായിരുന്നു, ഈ പറയുന്ന മിലിറ്ററിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, വലിയ ഡിഫൻസ് മേധാവികൾ, അവരൊക്കെ വന്നു. ഇവരൊക്കെ വന്നതിൻ്റെ കാരണം മസൂദ് ഇല്യാസ് പറയുന്ന അസിം മുനീർ പറഞ്ഞിട്ടാണെന്നാണ്. അസിം മുനീർ പറഞ്ഞു, ഔദ്യോഗികമായി ബഹുമതികളോടുകൂടി എല്ലാവരും അവിടെ എത്തുകയും ആദരാഞ്ജലികളൊക്കെ നേർന്ന് നമ്മൾക്ക് പിരിഞ്ഞു പോകാമെന്നും പറഞ്ഞു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോഴാണ് എന്ത് പറ്റിയത്? ഈ പറയുന്ന അസിം മുനീറിന് ഇപ്പം നാണക്കേടായിരിക്കുന്നത്. അതായത് ലോകത്തിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്, നേരെ വൈറ്റ് ഹൗസിൽ പോയിരുന്നു പറഞ്ഞ് ഞങ്ങളൊരു ഭീകരാക്രമണവും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒരു വക അറിഞ്ഞുകൂടാ, ഇത് കശ്മീരിലെ പോരാടുന്ന ആൾക്കാരാണ്, അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെയാണ് പോയിട്ട് കഥ ഇറക്കിയത്. പക്ഷേ ആ കഥയെല്ലാം ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിത് പുതുമയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്കിത് പുതുമയല്ല. പക്ഷേ ഇത് വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ, വിദേശികൾ അറിയുമ്പോൾ അവർ മനസ്സിലാക്കും, ആഹാ, ഇവൻ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണല്ലോ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പിന്നെ അതുപോലെ തന്നെ മസൂദ് ഇല്യാസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭീകരർക്ക് പാകിസ്ഥാനിൽ സുരക്ഷിതമായ താവളങ്ങളുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ആരോപിച്ചതെല്ലാം തെളിയുകയാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ പറയുന്ന മസൂദ് ഇല്യാസിൻ്റെ തുറന്നു പറച്ചിലെല്ലാം തന്നെ പാകിസ്ഥാന് പാരയായിക്കൊണ്ടിരിക്കുന്നു, ഈ പറയുന്ന ഭീകര സംഘടനകൾക്ക് പാരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ബഹാവൽപൂരിൽ നടന്ന വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാക് സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ ജനറൽമാരോട് നിർദ്ദേശിച്ചത് മസൂദ് അസറിനെ അടക്കമുള്ളവരുടെ നിർദ്ദേശാനുസരണം അസിം മുനീർ ആണ് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്.
അതായത് ആരോപണമല്ല, നിസ്സാര ആരോപണമല്ല, അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അപ്പം പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ മൊത്തം പൊളിയുകയാണ്. പാകിസ്ഥാന്റെ സൈനിക സുരക്ഷാ സംവിധാനത്തിന്റെ നിരീക്ഷണത്തിലാണ് ജെയ്ഷെ ക്യാമ്പുകളെന്ന് കൂടി ഇയാൾ പറയുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ പട്ടാളം, അത് നമ്മുടെ രാജ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിലൊക്കെ പട്ടാളം ചെയ്യുന്ന ജോലി എന്താ? അതിർത്തി കാക്കുക, ഈ പറയുന്ന രാജ്യത്തേക്ക് അനധികൃതമായിട്ട് വരുന്നവരെ തടയുക. ഈ നമ്മുടെ രാജ്യമല്ല, എല്ലാ രാജ്യങ്ങളും ശത്രുവിനെ വകവരുത്തുക, പിന്നെ രാജ്യത്തിനകത്തുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുക. ഇനി റിലീഫ് ജോലികളിൽ ഏർപ്പെടുക. എന്താ റിലീഫ് ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായി, പ്രകൃതി ദുരന്തം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അവിടെ വന്ന് ആൾക്കാരെ സഹായിക്കുക, ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യുക, ഭക്ഷണം എത്തിക്കുക, ഇങ്ങനെയുള്ള ജോലികളൊക്കെയാണ് പട്ടാളം സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഈ ലോകത്തെങ്ങും പട്ടാളം ചെയ്യാത്ത ഒരു ജോലി പാകിസ്ഥാൻ പട്ടാളത്തിനുണ്ട്. ആ ജോലി എന്ന് പറയുന്നത് ഈ ഭീകര ക്യാമ്പുകളെ വളർത്തുക, അവരുടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത്രയും ചെയ്യുന്ന ഒരു സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായ ജോലി. അതായത് ഭീകരർക്ക് ഒരു സാധാരണഗതിയിൽ നമ്മൾ പാകിസ്ഥാനെ പറ്റി പറയുന്നത് എന്താ? സാധാരണ എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്, സൈന്യത്തിന് രാജ്യമുണ്ടെന്ന് പറയും. പക്ഷേ ഇവിടെ അപ്പോൾ അങ്ങനെയല്ല, അതും കടന്നു. ഭീകരർക്കൊരു സൈന്യമുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ സൈന്യമാണ്. അതായത് ഭീകരവാദികൾക്ക്, ഈ പറയുന്ന ഭീകരന്മാർക്ക്, ടെററിസ്റ്റുകൾക്ക് ഒരു സൈന്യമുണ്ടെങ്കിൽ അതാണ് പാകിസ്ഥാൻ സൈന്യം. ഗുരുതര വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അസിം മുനീർ ആരുടെ വാക്കാണ് കേൾക്കുന്നത്? മസൂദ് അസർ പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ സൈന്യം ഈ പറയുന്ന ഇവിടുത്തെ പ്രധാനമന്ത്രി ആരെ അനുസരിക്കുന്നത്? മസൂദ് അസറിനെ അല്ല, ഈ പറയുന്ന അസിം മുനീറിനെ അനുസരിക്കുന്നത്. അസിം മുനീർ ആരെ അനുസരിക്കുന്നു? മസൂദ് അസറിനെ അനുസരിക്കുന്നു. അപ്പോൾ അതിഭീകരന്മാരായി അസിം മുനീറിന് ഒരു ഗുണമുണ്ട് കേട്ടോ. അത് ഇതുവരെ ഉണ്ടായിരുന്ന മേജർമാരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചും പാത്ത് ഈ കാര്യങ്ങൾ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷെ അസിം മുനീർ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മതതീവ്രവാദിയാണ്, ഞാൻ ഇവരെ പിന്തുണയ്ക്കുള്ളൂ. അത് ഡയറക്റ്റ് വന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് അത്രയും കൺഫ്യൂഷൻ കുറഞ്ഞു കിട്ടി. അതെ, ലോക രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഗതിയിൽ പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. ഇതിനകത്ത് ഈ വാർത്തയൊക്കെ വന്നല്ലോ, അത് വന്നതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പരാമർശിച്ചുള്ള മധ്യപ്രദേശിലുള്ള ഒരു പ്രഭാഷണത്തിനിടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ കരയുന്നത് ലോകം കണ്ടല്ലോ എന്ന് മോദി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തുടച്ചു നീക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു എന്ന് മോദി പറഞ്ഞു. കൃത്യമായിട്ടുള്ള മറുപടി ഈ പറയുന്ന ഭീകരന്റെ ഓരോ സംഭാഷണത്തിനും മോദി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ ഉയർത്തുന്ന ഒരു ഭീഷണിയും ഭയമില്ല എന്ന് മോദി തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണവ ഭീഷണി ആണെങ്കിലും ശരി തന്നെ, ഭീകരവാദ ഭീഷണി ആണെങ്കിലും ശരി തന്നെ, എന്തിനേയും പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ട് എന്നാണ് നമ്മുടെ സൈന്യത്തെ പ്രകീർത്തിക്കുന്ന കൂടിയുണ്ട്. അതീവമായിട്ടുള്ള ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും. ഭാരതമാതാവിന് വേണ്ടി ഏതറ്റം വരെയും പോയി പോരാടാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും. ഭീകരതയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കുക മാത്രമല്ല, ആണവ ഭീഷണികളെ ഒരിക്കലും ഭയക്കുകയില്ലെന്നും അതിഗംഭീരമായി തന്നെ ഇവരെ എല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്താനും കഴിയുമെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നമുക്കൊരു കാര്യം കൂടി ഇത് ചേർത്ത് വയ്ക്കും. ഒരു ഭീകരൻ നടത്തിയ വെളിപ്പെടുത്തൽ അത് ലോകം മൊത്തം കേട്ടിരിക്കുന്നു. പാകിസ്ഥാൻ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അതിന് പിന്നാലെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കൂടി ആ ഭീകരൻ പറഞ്ഞ കാര്യങ്ങളിലൂന്നി ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതിനകത്തൊരു സന്ദേശമുണ്ട്. നിന്നെപ്പറ്റി നീയൊക്കെ എക്സ്പോസ്ഡായി, ഇനി ഞങ്ങളുടെ സ്വഭാവം ശരിക്കും അറിയാമല്ലോ. ഈ ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൂടി കടന്നടിക്കാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പലവട്ടം ഭീഷണി വഹിക്കിയ പാകിസ്ഥാനാണ് ആണവ ഭീഷണി. ആ ആണവ ഭീഷണിയെ ഭയമില്ല, അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ശക്തമായ താക്കീത് കൂടി ഇന്ത്യ കൊടുക്കുന്നുണ്ട്, നരേന്ദ്രമോദി കൊടുക്കുന്നുണ്ട്. ആ താക്കീതിൽ കൂടിയാണ് ലോകം ഈ ഭീകരനെ ഒന്നുകൂടി കേൾക്കുക. ആദ്യം അയാളുടെ വെളിപ്പെടുത്തലുകളിൽ ലോകം മൊത്തം ഈ പറയുന്ന ഭീകരന്റെ വാക്കുകൾ കേട്ട് പാകിസ്ഥാനെ വിലയിരുത്തിയെങ്കിൽ ഇനി ആ ഭീകരൻ പറഞ്ഞ കാര്യങ്ങൾ നരേന്ദ്രമോദി അതിനെ കോട്ട് ചെയ്ത് ആ പറയുന്ന ഭീകരൻ നടത്തിയ പാകിസ്ഥാനെ പറ്റിയുള്ള പരാമർശങ്ങളെ പറ്റി പറയുമ്പോൾ അത് ഒന്നുകൂടി ലോകം കേൾക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഭീകരവാദത്തിന് ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒളിച്ചു കടത്തലുണ്ടല്ലോ പാകിസ്ഥാൻ്റെ, അതിന് അധികം ആയുസില്ല, അത് വൈകാതെ തീർക്കും എന്നുള്ളത് കൂടിയാണ് മോദി പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.